നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. ബാബ രാംദേവ് ലോക്സഭാ ഇലക്ഷന് മുമ്പേ തന്നെ ജയിലിലാകുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. യോഗഗുരുവായ ബാബ രാംദേവ് തുടങ്ങിയ സംരംഭമാണ് പതഞ്ജലി. 100-ൽ പരം സൗന്ദര്യവർദ്ധക വസ്തുക്കളും മരുന്നുകളും വൈറ്റമിൻ ഫുഡ് പ്രൊഡക്റ്റുകളുമൊക്കെയായി പതഞ്ജലി വളരെ വേഗത്തിൽ തന്നെ ഇന്ത്യയിലും വിദേശങ്ങളിലുമൊക്കെ കോടിക്കണക്കിന് രൂപ വിറ്റുവരവുള്ള വമ്പൻ ബിസിനസ് സാമ്രാജ്യമായി വളർന്നു. താൻ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്തവരെ വെച്ച് സർവ്വയിടങ്ങളിലും പതഞ്ജലി ഷോറൂമുകൾ തുറന്ന് സന്യാസ ജീവിത രീതിയിൽ എന്ന പോലെ കോടികൾ സമ്പാദിക്കുന്ന ഒന്നാന്തരം ബിസിനസ്സുകാരനാണ് ബാബ രാംദേവ്. ഈ ബിസിനസ് ശൃംഖലയുടെ മാനേജിംഗ് ഡയറക്ടറാണ് അദ്ദേഹത്തിൻ്റെ സഹകാരിയായ ആചാര്യ ബാലകൃഷ്ണ. പ്രകൃതിദത്ത ചേരുവകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് 100% മായം ചേരാത്ത പതഞ്ജലി ഉൽപ്പന്നങ്ങൾ എന്ന പരസ്യങ്ങൾ വലിയ തോതിൽ ജനശ്രദ്ധ നേടിയിരുന്നു. പതഞ്ജലിക്കും ബാബ രാംദേവിനും ഇന്ത്യ ഭരിക്കുന്ന BJPയുടെ വമ്പൻ സപ്പോർട്ടുണ്ട് എന്ന തരത്തിൽ വലിയ PR വർക്കുകൾ നടന്നിരുന്നു. എന്നാൽ ഇതിലൊരു ശതമാനം പോലും യാഥാർത്ഥ്യമില്ല എന്നതാണ് ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നത്. അലോപ്പതിയെ എതിർത്ത് വിമർശിച്ചുകൊണ്ടുള്ള പതഞ്ജലിയുടെ പരസ്യങ്ങളാണ് വലിയ പുലിവാൽ പിടിച്ചത്. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളുമായി ബന്ധപ്പെട്ട് കോടതിയലക്ഷ്യ കേസിലാണ് ബാബ രാംദേവിൻ്റെയും ആചാര്യ ബാലകൃഷ്ണൻ്റെയും മാപ്പപേക്ഷ 2ാം തവണയും കോടതി തള്ളിയിരിക്കുന്നത്. മനഃപൂർവ്വമായുള്ള നിയമലംഘനത്തിന് ശിക്ഷ നേരിടേണ്ടി വരുമെന്ന് കോടതി ശക്തമായ താക്കീത് നൽകിക്കഴിഞ്ഞു. കോടതിയുടെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള ഉദാര സമീപനവും ഉണ്ടാകില്ല എന്നറിയിച്ചതോടെ പതഞ്ജലി സ്വാമി ആകെ വിരണ്ടിരിക്കുകയാണ്. കോടതിയുടെ ഈ താക്കീതിനൊപ്പം തന്നെ അലോപ്പതി മരുന്ന് പതഞ്ജലി തള്ളിപ്പറഞ്ഞതിനെ വിമർശിച്ച് കേന്ദ്ര ആയുഷ് മന്ത്രാലയവും കോടതിയിൽ സത്യവാങ്മൂലം നൽകി. ഇടിവെട്ടിയവൻ്റെ തലയിൽ ഇരട്ടമൂർക്കൻ കഴിച്ചു എന്നതുപോലെയായി കാര്യങ്ങൾ. ഇതിനോട് അനുബന്ധിച്ച് ഒരു കാര്യം പറയാതിരിക്കുവാൻ നിവർത്തിയില്ല. പതഞ്ജലിയുടെ ധാരാളം പ്രൊഡക്റ്റുകൾ വളരെ നല്ല ക്വാളിറ്റിയിലാണ് പുറത്തിറങ്ങുന്നത്. ഇതിൻ്റെ ഗുണനിലവാരം ഉപയോഗിച്ച് അറിഞ്ഞവരുടെ സത്യസന്ധമായ അഭിപ്രായങ്ങൾ അങ്ങനെയാണ്. പക്ഷേ പരസ്യത്തിൽ പറയുന്നത് പരിപൂർണമായും സത്യവുമല്ല. പതഞ്ജലിയുടെ മരുന്നുകൾ ഉപയോഗിച്ചാൽ പ്രമേഹം പിന്നെ ഒരിക്കലും ഉണ്ടാകില്ല എന്നൊക്കെയുള്ള തള്ള് ഇപ്പോൾ ബാബ രാംദേവിന് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. പരസ്യത്തിൽ പറയുന്നത് പോലെ തന്നെയുള്ള ഫലം ഉൽപ്പന്നത്തിന് ലഭിച്ചില്ലെങ്കിൽ ഉപഭോക്താവിന് കേസ് നൽകാനും കോടതി വിധിയിൽ നഷ്ടപരിഹാരം ലഭിക്കാനും മാത്രമല്ല ഈ ഉൽപ്പന്നം തന്നെ മാർക്കറ്റിൽ നിരോധിക്കാനുമുള്ള നിയമം നിലവിലുണ്ട്. കുറച്ചുകൂടി ഗൗരവമായാൽ ഇത് പുറത്തിറക്കുന്ന കമ്പനിക്ക് തന്നെ എന്നേക്കുമായി പൂട്ടുവീഴും. എന്തായാലും കുറേ നാളുകളായി കാവി പുതച്ച് BJPയുടെ അടുത്ത ആളെന്ന രീതിയിൽ നുണകൾ പറഞ്ഞ് ബിസിനസ് വളർത്തി കോടിപതിയായി മാറിയ ബാബയെ താമസിയാതെ പോലീസ് കഴുത്തിന് തൂക്കി അകത്തിടും എന്ന സാഹചര്യമാണ്. നുണപരസ്യങ്ങൾ പ്രചരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാൽ ഏത് യോഗാചാര്യനായാലും ജയിലിൽ കിടന്ന് ഉണങ്ങിയ ചപ്പാത്തി കഴിക്കേണ്ടി വരും. ന്യൂസ് ഡെസ്ക് ചാനൽ 91.